അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വന്നേക്കുകയാണ്. അപ്പം നമ്മുടെ ഒരു ചെറിയൊരു ഒരു നടിയെ ഒന്ന് പരിചയപ്പെടുത്താൻ വന്നു കേട്ടോ. അവൾ ഇച്ചിരി ഫേമസാണ്. അപ്പം ആ നടിയെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പം നമ്മൾ നമ്മുടെ ചാനൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അമർത്തി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ നമ്മളെ അറിയിക്കാനായിട്ട് നമ്മുടെ ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മളിന്ന് പറയുന്ന നടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മിനു മുനീർ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയെ പറ്റിയാണ്. ചേച്ചി ഭയങ്കര മിടുക്കി ചേച്ചിയാണ് കേട്ടോ. ചേച്ചി ഈ ചാനൽ ചർച്ചയിലൊക്കെ വന്നിരുന്ന് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ടൊക്കെ ഇരുന്ന് നിരങ്ങുന്ന കണ്ട്. അത് ആ ചാനൽ ചർച്ചയിൽ സത്യം പറഞ്ഞാൽ നിരക്കിയ ഒരു പുള്ളിയുണ്ട്, നമ്മുടെ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടർ. ആ പുള്ളി എന്ന് പറഞ്ഞാൽ പൊളിയാണ്. കാരണം പുള്ളി സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ പുള്ളി പറയുന്നു. പുള്ളി ചോദിക്കുന്നു, ഇതിനു മുമ്പും വേറൊരു പെണ്ണ് ഇതുപോലെ വന്ന് പറഞ്ഞപ്പോഴും സത്യം പറഞ്ഞാൽ അവിടെ ഇരുത്തിയ ഒരു പുള്ളിയാണ് ഈ അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി. ഇതിനകത്ത് നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒരിക്കൽ മുകേഷ് പീഡിപ്പിച്ചു എന്നാണ് ഇവൾ പറയുന്നത്. അശ്ലീല ചൊവ്വയോട് സംസാരിച്ചു, മുകേഷ് എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ ഇവൾ പല പല രീതിയിലും പറയാറുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 1.5 വർഷം 3-4 വർഷം അങ്ങനെയാണ്ട് ഇവൾ പറയുന്നുണ്ട്. കാരണം നമുക്ക് ഇതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല, ഇത് പൈസ മേടിച്ചിട്ടുണ്ടോ വാങ്ങിച്ചിട്ടുണ്ടോ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്ന് അറിയാത്ത തന്നെ ഇപ്പോൾ ഇവൾ തന്നെ പല രീതിയിലും പറയുന്നതുകൊണ്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവൾ തന്നെ കുറച്ച് എന്തോ കുഞ്ഞിൻ്റെ ഏതാണ്ട് പേഴ്സണൽ ക്യാഷിൻ്റെ ആവശ്യത്തിന് വേണ്ടി മുകേഷിനെ വീണ്ടും വിളിച്ചെന്ന് പറയുന്നു. അപ്പം ഒരു വട്ടം പീഡിപ്പിച്ച ഒരു വ്യക്തിയെ വീണ്ടും പൈസ ചോദിച്ച് വിളിക്കുന്നു. സാധാരണ നമ്മളാരും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു വട്ടം നമുക്ക് എന്തെങ്കിലും ഒരു ഇത് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആ വ്യക്തിയെ, അത് ഇനി എത്ര വർഷം കഴിഞ്ഞെന്ന് പറഞ്ഞാലും, കാരണം അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ ഈ ശരീരം വിൽക്കാനായിട്ട് ഈ ചില വടക്കേന്ത്യ ഒക്കെ ചില ആൾക്കാരൊക്കെ നിൽക്കുന്നു. പക്ഷേ അവരെക്കാട്ടിലും അങ്ങ് തരം താഴ്ന്ന ഒരു പരിപാടിയാണ് ഇവൾ കാണിക്കുന്നത്. കാരണം അത് പറയാൻ കാരണമുണ്ട്. കാരണം ഒരു പീഡിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുക. അല്ല, എന്നെ ഇതുപോലെ ചെയ്തു, എന്നെ ഇതുപോലെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ അത് പോലീസ് അന്വേഷിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും. അല്ലാതെ ഈ ചാനൽ ചർച്ച കയറിയിരുന്ന് അങ്ങ് നിരങ്ങുക ചേച്ചി നിരങ്ങി അങ്ങ് ആ കസേര വരെ വെളുപ്പിച്ചവരുതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളിക്കാരി പറഞ്ഞത് ഒന്ന് സിദ്ദിഖ്, ബാലചന്ദ്ര മേനോൻ, ഇടവേള ബാബു, കലാഭവൻ മണി, ജയസൂര്യ, മണിയമ്പിള്ള രാജു, മുകേഷ്, ഇത്രയും പേരൊക്കെ പീഡിപ്പിച്ച ഇനിയുണ്ട് കേട്ടോ. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്കാണെന്നുണ്ടെങ്കിൽ സൂപ്പർ സ്റ്റാർ, മെഗാസ്റ്റാർ, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു. അപ്പം ചാനലിൻ്റെ ഒരു വ്യക്തി ചോദിക്കുന്നതായിട്ട് നമ്മളെല്ലാവരും കേട്ടതല്ലേ, അത് മോഹൻലാൽ ആണോ എന്ന് ചോദിച്ചപ്പം എന്നുള്ള ഒരു സംഭവം അവിടെ കൊണ്ടുവന്നു. ആണെന്നും പറഞ്ഞില്ല, അല്ലെന്നും പറഞ്ഞില്ല. അപ്പം അവൾ ഉദ്ദേശിക്കുന്നത് ആണെന്നാണ്. അപ്പോൾ ഇവൾ പറയുന്നത്, എവിടെ ചെന്നാലും എന്നെ മാത്രം പീഡിപ്പിക്കുക, അതെന്നെ സൂക്കേടാ. കാരണം എന്നെ മാത്രമേ പീഡിപ്പിക്കുന്നുള്ളൂ. ബാക്കി മറ്റ് നമ്മുടെ ഈ ഫിലിമിൽ, നമ്മുടെ ഈ സിനിമാ ലോകത്ത് എത്രയോ പെണ്ണുങ്ങളുണ്ട്. ഈ പെണ്ണുങ്ങളൊന്നും ആരും പീഡിപ്പിക്കുന്നില്ല, എന്നെ മാത്രം വിളിച്ചു വരുത്തി അങ്ങ് പീഡിപ്പിക്കുക. അപ്പോൾ ഇവർക്ക് ഇത്രയും വലിയ സൗന്ദര്യമാണോ? അല്ല, എനിക്ക് അറിയാൻ മേലെന്നിട്ട് ചോദിക്കുക. ഇവള് ശരിക്കും പറയുന്നത്, ഇത്രയും പേര് പീഡിപ്പിച്ചു. ഞാനിപ്പോൾ കുറച്ച് ആൾക്കാരുടെ ലിസ്റ്റ് പറഞ്ഞല്ലോ. ഇനിയും ഉണ്ട് ആൾക്കാരെ പീഡിപ്പിക്കാമെന്ന് പറഞ്ഞു. ഇനിയും ഉള്ള ഈ യുവാക്കളായിട്ടുള്ള ഇനിയും ആരെങ്കിലും വന്ന് പീഡിപ്പിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. ഇപ്പോൾ ഇത്രയും പേരുടെ പേര് പറഞ്ഞു. ഈ ജയസൂര്യയൊക്കെ പീഡിപ്പിച്ചു എന്നൊക്കെ ആണ് കേട്ടത്. പക്ഷേ അതൊന്നും നമുക്കറിയത്തില്ലല്ലോ. ഇവരൊക്കെ എന്തിനാണ് വെറുതെ ഈ ചാനലിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ ഈ വിടുവായിത്തരം പറയുന്നത് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കലാഭവൻ മണി പീഡിപ്പിച്ചു എന്നൊക്കെ ഈ വെറുതെ തൃശ്ശൂരുകാരുടെ അടുത്ത് ചെന്ന് പറയരുത്. അടി കിട്ടുന്ന വഴി അറിയത്തില്ല. കാരണം അത്രയും നല്ലൊരു ഈ ലോകം, അദ്ദേഹം മരിച്ചിട്ട് ഇത്ര നാളായിട്ടും അദ്ദേഹത്തെ ചില ആൾക്കാർ കൈവെള്ളം കൊണ്ട് കിടക്കുന്നത്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ പാടി പോയി നിൽക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. ആ പാടി കൊണ്ടാണ്, ഈ പാടിയും ഇദ്ദേഹത്തിൻ്റെ വീടുമായിട്ട് 1.5 കിലോമീറ്റർ ചുറ്റളവേ ഉള്ളൂ. ഈ ചുറ്റളവിൽ ഇവരുടെ ബന്ധുക്കാർ, ഇവരുടെ സുഹൃത്തുക്കൾ, ഈ കലാഭവൻ അവരുടെ പല ആൾക്കാരും വരുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇവൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് അപ്പം സ്വാഭാവികമായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ കലാഭവൻ മണി പറഞ്ഞു, കയറിയിരിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരു വ്യക്തി വരുമ്പോൾ നമ്മൾ പറയും, കയറിയിരിക്കുക.
എന്ന് പറയുമ്പോഴത്തേന് ഇവള് പറയുന്നത് വേണ്ട 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 വേണ്ട, ഞാൻ അത്രക്കാരനല്ല, ഞാൻ അത്രക്കാരിയല്ല. ഇവൾ അത്രക്കാരിയാണെന്നാണ് ഇവൾ ഉദ്ദേശിക്കുന്നത്. ഇവൾ ഇത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. എവിടെ ചെന്നാൽ ഇവളെ മാത്രമാണ് പീഡിപ്പിക്കുന്നുള്ളൂ. ബാക്കി ഇത്രയും സിനിമാ ലോകത്ത് ഇത്രയും നടിമാരുണ്ട്, ഇവരെ ആരെയും പീഡിപ്പിക്കുന്നില്ല. ഇവരെ പീഡിപ്പിച്ച ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ പോലെ ഈ സിദ്ദിഖ്, ബാലേന്ദ്ര മേനോൻ, ഇടവേള ബാബു, കലാഭവമണി, ജയസൂര്യ, ഈ മുകേഷ്, ഇങ്ങനെയുള്ള കുറേ ആൾക്കാർ പീഡിപ്പിച്ച് 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 ഇവളെ സത്യം പറഞ്ഞാൽ ഇവക്ക് നിക്കറിടാനുള്ള സമയം പോലും ഇവക്ക് കിട്ടുന്നില്ല എന്നാണ് ഇവള് തന്നെ വന്ന് ചാനൽ ചർച്ച ഇരുന്നപ്പോൾ ഈ പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള സ്ത്രീകൾക്കൂടെ മാനക്കേട് ഉണ്ടാക്കുന്ന ഒരു വിധത്തിലാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഈ മിനു മുനീർ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്കിപ്പോൾ ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സംഭവം ഇവള് പറയുന്നത് മുഴുവനും തെറ്റാണെന്നാണ്. കാരണം എനിക്ക് മാത്രമല്ല, ഇവിടെ ഉള്ള നമ്മൾ ഈ കാണുന്നതായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു കേസ് കേട്ടാണ് ഇത്. ഇവള് പറയുന്നത് മുഴുവനും ശുദ്ധ അസംബന്ധമാണ് പറയുന്നത്. കാരണം ഇവളെ ആരും പീഡിപ്പിച്ചിട്ടില്ല. ഇടവേള ബാബു ഒക്കെ ഇങ്ങനെ വണ്ടിയെ പോയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ചോദിച്ചെന്നാ പറഞ്ഞത്, ഭർത്താവ് ഗൾഫിലല്ലേ, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഭർത്താവ് ഗൾഫിലായിട്ടുള്ള ഒരു പെണ്ണിനോട് നമ്മൾ ചോദിക്കുക പുള്ളിക്കാരൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം അത് നമ്മുടെ അല്ലെങ്കിൽ അപ്പൻ്റെയോ അമ്മയുടെയോ നമ്മുടെ മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ നടക്കുന്നുള്ള രീതിയിൽ നമ്മൾ പറയും. പക്ഷേ ഇവളതല്ല, എന്തിനും ഈ നെഗറ്റീവ് ചിന്താഗതി കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഇവള്. അപ്പം ഇവളെപ്പോലുള്ളവരൊക്കെ പിടിച്ച് അകത്തിടുക ആദ്യം. അടുത്ത ഒരു വീഡിയോയിൽ നമ്മൾ വീണ്ടും ഇതിൻ്റെ ബാക്കിയായിട്ടും നമ്മൾ ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. ഓക്കെ.